വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗൈസ്. ഈ ഒരു വീഡിയോയുടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ലണ്ടൻ സെഷൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു മാക്രോ സെറ്റപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ്. സോ ആ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺസ് എന്തൊക്കെയാണ്, എൻ്റെ ആ ഒരു ട്രേഡ്സിൻ്റെ ഔട്ട്കം എന്തൊക്കെയാണ്, ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ആ ഒരു ഹൈ ടൈം ഫ്രെയിം അനാലിസിസ് ഒക്കെ ആ ഒരു ട്രേഡിലോട്ട് എത്തിയിട്ടുള്ള ആ ഒരു ഹൈ ടൈം ഫ്രെയിം അനാലിസിസ് പ്ലസ് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ ഞാൻ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിംസ് മുന്നേ പ്രീവിയസ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 4 hour, 15 minute, 1 minute, ഈ ഒരു 3 ടൈം ഫ്രെയിംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹൈ ടൈം ഫ്രെയിം ആയിട്ട് ബയാസ് നോക്കാൻ വേണ്ടിയിട്ട് 4 hour. സോ 4 hour നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാം സ്ട്രക്ചർ അത്യാവശ്യം പുള്ളിഷാണ്. ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, എൻ്റെ ആ ഒരു ഹയർ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി, നെക്സ്റ്റ് ഒരു ഹയർ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതുകൂടെ വെച്ച് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു ഹയർ ഹൈ ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന മൂവിലാണ് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു ട്രേഡ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 4 hour മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു റിജക്ഷൻ ഇവിടെ പ്രൈസിൽ വന്നിട്ടുള്ളത് ഈ ഒരു ഫെയർ വാലി ഗ്യാപ്പിൽ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടുന്ന് ഒരു ബുള്ളിഷ് റിജക്ഷൻ പ്രൈസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൂവ് ആയിരുന്നു നമുക്ക് അവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ലണ്ടൻ മാക്രോയുടെ അകത്തായിരുന്നു ആ ഒരു 2:50 AM to 3:10 AM ന്യൂയോർക്ക് ടൈം, അതായത് നമ്മുടെ ഇന്ത്യൻ ടൈമിലോട്ട് വരുമ്പോൾ 12:20 PM to 12:40 PM. സോ 4 hourൽ ബയാസ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ബുള്ളിഷ് ബയാസിലാണ് പ്രൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഡയറക്ഷൻ ബുള്ളിഷ് ആണ്. ഇനി നമ്മുടെ മീഡിയം ടൈം ഫ്രെയിം അല്ലെങ്കിൽ 15 മിനിറ്റിലോട്ട് വരുമ്പോൾ പ്രൈസ് എന്തൊക്കെ ഏരിയാസ് ആണ്, PDREs ആണ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്, ആ ഒരു കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ 15 മിനിറ്റിലോട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിന് മുന്നേ ഉള്ള ഒരു പ്രൈസ് ആക്ഷൻ നോക്കുവാണെങ്കിൽ ഇവിടെ കുറച്ച് ഇവിടൊക്കെ ലിക്വിഡിറ്റീസ് ഉണ്ടായിരുന്നു. ഇവിടൊക്കെ എന്താ പറയാ, ഒരു ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റീസ് അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ആ ഒരു ലിക്വിഡിറ്റിക്ക് പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ വെച്ചിട്ട് ടേക്ക് ഔട്ട് ചെയ്തു. സോ 15 മിനിറ്റിൽ ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം പ്രൈസിൽ എന്ത് കാണാൻ പറ്റും, ഒരു ഡിസ്പ്ലേസ്മെന്റ് പ്രൈസിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു ഫെയർ വാലി ഗ്യാപ്പ്, ഒക്കെ ഒരു ബുള്ളിഷ് ഫെയർ വാലി ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ബൈ സൈഡ് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഇതെന്താണ്, ഇതൊരു ബുള്ളിഷ് ബ്രേക്കറാണ്. ഓക്കെ, ആ ഒരു ബ്രേക്കറിൽ വന്നിട്ട് ആ ഒരു ഫെയർ വാലി ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തിട്ട് റിജക്ട് ചെയ്തപ്പോഴാണ് ആ ഒരു സെറ്റപ്പിലൂടെ നമുക്ക് ടേക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ബുള്ളിഷ് ബ്രേക്കർ പ്ലസ് FEG ആണ്. അതായത് ഒരു കൈൻഡ് ഓഫ് ഒരു യൂണിക്കോൺ ഏരിയ ആണത്. ഓക്കെ, സോ ആ ഒരു ഏരിയയിലോട്ട് വന്നിട്ട് പ്രൈസ് റിജക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ആ ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സോ 1 മിനിറ്റിലോട്ട് പോയിട്ട് ഈ ഒരു ട്രേഡിന്റെ എക്സിക്യൂഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് വന്നിട്ടുണ്ട്. എക്സിക്യൂഷൻ ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു ട്രേഡിന്റെ എക്സിക്യൂഷൻ ബട്ടൺ. ഇതാണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചത് നമ്മുടെ 15 മിനിറ്റിലുള്ള PDRI. ഓക്കെ, നമ്മുടെ മാക്രോയുടെ ടൈം പറഞ്ഞത് 12:20 PM to 12:40 PM. ഓക്കെ, ആ ഒരു മാക്രോയുടെ അകത്തോട്ട് വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ക്ലീൻ ആയിട്ടുള്ള ഒരു സ്വിംഗ് ലോ നമുക്ക് കാണാം. സോ സ്വിംഗ് ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. ആ ഒരു സ്വിംഗ് ലോയുടെ താഴെ ലാർജ് നമ്പർ ഓഫ് സെൽ ഓർഡേഴ്സ് റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് സെൽ സ്റ്റോപ്സ്. ഓക്കെ, സോ നമ്മുടെ മാക്രോ ടൈമിൻ്റെ അകത്ത് വന്നപ്പോൾ, അതായത് 12:20 കഴിഞ്ഞപ്പോൾ പ്രൈസ് ഇവിടെ എന്ത് ചെയ്ത് കാണാം, സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാക്രോയുടെ അകത്ത് ഫസ്റ്റ് നമുക്കൊരു സെൽ സൈഡ് ലിക്വിഡിറ്റിയുടെ സ്വീപ്പ് കിട്ടി. സെൽ സൈഡ് സ്വീപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, നമുക്കിവിടെ ഒരു ബ്രേക്കർ കിടപ്പുണ്ട്, ഒരു FEG കിടപ്പുണ്ട്. ഓക്കെ, ഒരു ബുള്ളിഷ് ബ്രേക്കർ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഒരു ബുള്ളിഷ് ഫെയർ വാലി ഗ്യാപ്പിലോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രൈസ് അപ്പ് സൈഡ് പോകാനുള്ള ചാൻസസ് ഉണ്ട്, അവിടെ ഒരു ബൈങ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു 3 കൺഫ്ലുവൻസസ് നമുക്ക് കിട്ടി. ഒന്ന്, സെൽ സൈഡ് എടുത്തിട്ടുണ്ട്, സെൽ സൈഡ് എടുത്ത പ്രൈസ് അപ്പ് സൈഡ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ഒരു ബ്രേക്കർ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു FEG മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബുള്ളിഷ് ബ്രേക്കർ പ്ലസ് ഒരു ബുള്ളിഷ് FEG അല്ലെങ്കിൽ ഒരു ബൈ സൈഡ് ബാലൻസ്. ഇപ്പോൾ 3 കണക്ട് ചെയ്യുന്ന സമയത്ത് പ്രൈസ് അവിടുന്ന് അപ്പ് സൈഡ് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ബയാസിലോട്ട് അല്ലെങ്കിൽ ഒരു ഇതിലോട്ട് നമ്മൾ വന്നു. ഇനി അവിടെ എൻട്രി എടുക്കണമെങ്കിൽ എനിക്ക് എന്ത് കാണണം, 1 മിനിറ്റിൽ എൻ്റെ സെറ്റപ്പ് അവിടെ ഫോം ആണ്. സോ ഞാൻ ബ്രേക്കർ എൻട്രീസ് ആണ് ഞാൻ എടുക്കുന്നത്. 1 മിനിറ്റിലോട്ട് വന്നപ്പോൾ സെൽ സൈഡ് എടുത്ത് ബ്രേക്കർ മിറ്റിഗേറ്റ് ചെയ്ത് FEG മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് കാണാം. സോ ഡിസ്പ്ലേസ്മെന്റ് വന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ട്രോങ് സെല്ലിന് മുന്നിലുള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. അതിന് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്യാൻഡിൽ അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് വിട്ടത്. അപ്പോൾ എന്തായിട്ട് മാറി, അതൊരു ബുള്ളിഷ് ബ്രേക്കറായിട്ട് മാറി. ഓക്കെ, ഇതൊരു ബുള്ളിഷ് ബ്രേക്കറായിട്ട് മാറി. സോ ആ ഒരു ബുള്ളിഷ് ബ്രേക്കറിലോട്ട് വന്നു, അതായത് ഇത് ബുള്ളിഷ് ബ്രേക്കറായിട്ട് മാറി. സോ നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ എന്ത് ചെയ്തു, ആ ഒരു ബുള്ളിഷ് ബ്രേക്കറിലോട്ട് വന്നു, റിജക്ഷൻ അവിടെ കാണിച്ചു. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിലായിട്ടാണ് ഞാൻ എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത്.
ആൻഡ് സ്റ്റോപ്പ് ലോസ് വന്നിട്ട് നോർമലി ഈ ഒരു സ്പ്രിംഗിലോ അല്ലെങ്കിൽ ആ ഒരു ബോഡിയിലോ ഓയിലാണ് വെക്കുന്നത്. സോ ഞാൻ ഒരു അറൗണ്ട് ചെയ്തൊരു 10 പിപ്സ് ആയിരുന്നു ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 പിപ്സ് ആയിരുന്നു സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ടാർഗറ്റ് വന്നിട്ട് ഒരു 20 പിപ്സിന്റെ ടാർഗറ്റ് ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 20 പിപ്സ്. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ 1:1 ആയപ്പോൾ ഓൾമോസ്റ്റ് ഒരു സ്മോൾ പാർസൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ മാക്രോയിലോട്ട് വന്നപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റി, സെൽ സൈഡിന്റെ സ്വീപ്പ് കാണാൻ പറ്റി, സെൽ ഓർഡേഴ്സ് ടേക്ക് ഔട്ട് ചെയ്യുന്ന കാണാൻ പറ്റി. ആൻഡ് അതിനുശേഷം 15 മിനിറ്റിലുള്ള ഒരു PDRI മിറ്റിഗേഷൻ ബ്രേക്കർ പ്ലസ് FEG മിറ്റിഗേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റി. അതിനുശേഷം 1 മിനിറ്റിലോട്ട് വന്നപ്പോൾ നമ്മുടെ ഒരു ബ്രേക്കർ അവിടെ ഫോം ആയിട്ടുണ്ട്. ആൻഡ് അവിടെ ബ്രേക്കർ പ്ലസ് FEG ഉണ്ടായിരുന്നു. കൈൻഡ് ഓഫ് യൂണിഫോം മോഡലാണ് അവിടെ ഫോം ആയിട്ടുള്ളത്. സോ ആ ഒരു ബ്രേക്കിലോട്ട് പ്രൈസ് വന്നിട്ട് അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തപ്പോഴാണ് നമ്മളവിടെ ആ ഒരു എൻട്രി എടുത്തത്. ഓക്കെ. സോ ഈ ഒരു ട്രേഡിന്റെ എക്സിക്യൂഷൻ ഞാനിവിടെ ചാർട്ടിലോട്ട് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നലെ സിമ്പിളായിട്ട് കിട്ടിയിട്ടുള്ള ഒരു മാക്രോ സെറ്റപ്പ്. ലണ്ടൻ സെഷൻ്റെ അടുത്താണ് 12:20 PM to 12:40 PM ഇന്ത്യൻ ടൈം. ന്യൂയോർക്ക് ടൈമിലോട്ട് വരുന്നു 2:50 AM to 3:10 AM. സോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ബൈ.